Hello, Namaskaram. Welcome to my YouTube channel, PV's Pavilion. And it is all about the first test match ended well before 3 days. മൂന്നാമത്തെ ദിവസം ടീ ടൈമിന് മുമ്പ് തന്നെ കളി അവസാനിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പറയാൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാളെടുത്തവൻ വാളാലെ താൻ കുഴിച്ച കുഴിയിൽ താൻ വീഴുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു സ്പിന്നർ ഫ്രണ്ട്ലി അൺപ്ലേയബിൾ പിച്ചാണ് തയ്യാറാക്കിയത്. അത് സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനെ വിഷമിപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. അത് കറക്റ്റായിരുന്നു. പക്ഷേ അതിൽ ഇന്ത്യൻ ബാറ്റ്സ്മാർക്കും അതുപോലുള്ള ഗതി തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കണമായിരുന്നു. ഒരു ടെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് 3 days അത് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ ബൗൺസുള്ള പിച്ചായിരിക്കണം. ബൗളേഴ്സിനും ബാറ്റേഴ്സിനും ഒരുപോലെ അനുകൂലമായ പിച്ചുകളാകുമ്പോഴാണ് കളി അതിൻ്റെ ഒരു രസമുള്ളൂ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 1-2 4 അടിക്കുക, ഔട്ടാകുക. അതായത് ഒന്ന് നിന്ന് കളിക്കാൻ, ഡിഫൻസ് കളിക്കാനോ ടെസ്റ്റ് മാച്ചിൻ്റെ ഒരു ചാരുത നമുക്ക് കാണാൻ പറ്റിയില്ല. ടെസ്റ്റ് മാച്ചിൻ്റെ ആ ഒരു ഒഴുക്കുണ്ടല്ലോ, ഭംഗി, ബൗളേഴ്സും ബാറ്റേഴ്സും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റിയില്ല. വളരെ രത്നച്ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഈ ഗെയിം unforgettable game for South Africa, but very easily forgettable game for India. ഒന്നും ഇതിനകത്ത് നമുക്ക് പ്ലസ് ആയിട്ട് എടുക്കാനില്ല. ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത, അതായത് ക്യൂറേറ്ററിനൊക്കെ എല്ലാവരും പഴി ചാരാൻ തുടങ്ങി ഓൾറെഡി. 6 വർഷത്തിന് ശേഷം ഒരു ടെസ്റ്റ് മാച്ച് അവിടെ അരങ്ങേറിയതായിരുന്നു. ബട്ട് അലാസ്, വെരി ബാഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 189, KL രാഹുലിൻ്റെ ഒരു 39 runs ടോപ്പ് സ്കോറർ. ഓക്കെ, സെക്കൻഡ് ഇന്നിങ്സിൽ ഓൺലി 93 runs ടോട്ടൽ ആൻഡ് വാഷിങ്ടൺ സുന്ദറിൻ്റെ ഒരു 31 runs ടോപ്പ് സ്കോർ. നോക്കണം, 93 runs എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഔട്ടായി, നമ്മൾ തോൽവി സമ്മതിച്ചു. വേറാസ് സൗത്ത് ആഫ്രിക്ക ഇതേ സ്ഥിതിയായിരുന്നു അല്ലേ. അവർ ഫസ്റ്റ് ഇന്നിങ്സിൽ 159 runs, സെക്കൻഡ് ഇന്നിങ്സിൽ അഗെയിൻ 153 runs. ഒരു 200ൻ്റെ മുകളിലൊരു സ്കോർ പോകാത്തൊരു ടെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ദർ ഈസ് നത്തിങ് ഫോർ ബാറ്റ്സ്മാൻ ഇൻ ദി ഗെയിം. എനിവേ, സെക്കൻഡ് ഇന്നിങ്സ് കളിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആര്, എല്ലാവരും കളിയാക്കിയ ഉയരം കുറഞ്ഞ ബോണ എന്ന് പറഞ്ഞാൽ ഡ്വാർഫ് മാൻ എന്നാ പറയുക, ബോണ ആണെന്നൊക്കെ പറഞ്ഞ് ബുംറ വരെ കളിയാക്കിയ ആ ക്യാപ്റ്റൻ, സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബവുമ, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹമാണ് വിജയശില്പി എന്ന് പറയാം. അദ്ദേഹം എല്ലാവരും ഒരു ഭാഗത്ത് ഔട്ടായിക്കൊണ്ടിരുന്നു, പക്ഷേ അയാൾ പിടിച്ചു നിന്നു, നന്നായിട്ട് കളിച്ചു. ഇന്ത്യയിലെ ബാറ്റ്സ്മാൻ 18 അടവ് നോക്കി, പക്ഷേ പുള്ളി ഒരു 55 runs എടുത്ത് നോട്ട് ഔട്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് ടെംബ ബവുമ, you are the only solid batsman I found in this test match. ഓക്കെ, അതുകൊണ്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയിപ്പോൾ 18-ാം തീയതി ഒരു മാച്ച്. ഓക്കെ, 18-ാം തീയതി മാച്ച് എന്ന് പറഞ്ഞാൽ ആകെ 2 ടെസ്റ്റ് മാച്ചേ ഉള്ളൂ. അതിൽ ഇനിയിപ്പോൾ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ 1-1 ബരാബറിയിലേ നിൽക്കുള്ളൂ. ഓക്കെ, ദർ ഈസ് നോ വേ വി ക്യാൻ വിൻ ഇറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇത് തോൽക്കാം. അടുത്ത മാച്ചിലും അവർ തന്നെ ജയിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നോ റിസൾട്ട് ആണെങ്കിലോ നമ്മൾ തോറ്റു പോകും. എനിവേ, അങ്ങനെ വരാതിരിക്കട്ടെ. ആ ടെസ്റ്റ് മാച്ച് എങ്ങനെയെങ്കിലും ഇന്ത്യ ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, അപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് വന്നത് സൈമൺ ഹാർമർ. 4 wickets each in both innings. ആദ്യത്തെ ഇന്നിങ്സിലും ഇന്ത്യയുടെ
കരുത്തരായ 4 ബാറ്റ്സ്മാൻമാരെ ഔട്ടാക്കി. ഒരു സ്പിന്നറാണ്, നല്ലൊരു ഓഫ് സ്പിന്നറാണ്. രണ്ടാമത്തെ ഇന്നിങ്ങിലും 4 വിക്കറ്റ് എടുത്ത്, അങ്ങനെ 4-4 8 വിക്കറ്റ് എടുത്ത് ഹീസ് ദി പ്ലെയർ ഓഫ് ദി മാച്ച്. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. അപ്പോൾ ഓൾ ദി കൺഗ്രാജുലേഷൻ ടു മിസ്റ്റർ സൈമൺ ഹാർമൻ. സൈമൺ ഹാർമനെ പറ്റി അധികം കേട്ടിട്ട് പോലുമില്ല നമ്മൾ. നേരത്തെ ആൾ വന്നിട്ട് കളിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ റിക്കാർഡ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എനിവേ, എന്നെ സംബന്ധിച്ചുള്ള ഒരു ഫോർഗറ്റബിൾ ടെസ്റ്റ് മാച്ച്. ഈഡൻ ഗാർഡൻസിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു 3 ദിവസമെങ്കിലും കളി നന്നായിട്ട് പോകുമായിരുന്നു, നല്ല കോമ്പറ്റീഷൻ വരുമായിരുന്നു എന്ന് കരുതി. ഇത് കോമ്പറ്റീഷൻ വന്നു, ലോ സ്കോർ ത്രില്ലറായിരുന്നെന്ന് പറയാം പക്ഷേ അതിൽ ടെസ്റ്റ് മാച്ചിൻ്റെ ഒരു ഭംഗി ഇല്ലാത്ത ഒരു കളിയായിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സൗത്ത് ആഫ്രിക്ക. ദേ ആർ വിന്നിങ് ഇൻ ഇന്ത്യ എ ടെസ്റ്റ് മാച്ച് ഫോർ ദി ഫസ്റ്റ് ടൈം. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് എടുക്കാൻ ക്യാപ്റ്റൻ ടെമ്പ ബൗമ തയ്യാറായിരിക്കുകയാണ്. അതൊരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. വേറൊരു കാര്യം പറയേണ്ടതെന്ന് WTC ഫൈനൽ ജയിച്ച ക്യാപ്റ്റനാണ്. ഓക്കെ, ടെമ്പ ബൗമ. സോ ഇന്ത്യൻ പ്ലെയേഴ്സ് ഒന്നുകൂടി ശ്രദ്ധിച്ച് കളിക്കുക. നിങ്ങൾക്ക് വേണ്ടി പിച്ചൊരുക്കുമ്പോൾ, സ്പിന്നേഴ്സ് പിച്ചൊരുക്കുമ്പോൾ മറ്റേ ടീമും അതുപോലെ ഈക്വലി capable of playing on that pitches, and brilliant bowling by South Africa and brilliant batting by South African captain for making 55 runs not out in the second innings. ബൗമ ക്യാപ്റ്റനും പിന്നെ ഗ്രോബിൻ ബോഷ് എന്ന് പറഞ്ഞാൽ അയാൾ ബൗളറാണ്. ശരി, അയാളൊരു 25 റൺസ് എടുത്തു. ആ ഒരു പാർട്ട്ണർഷിപ്പാണ് സൗത്ത് ആഫ്രിക്കയെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് പറയാം. ഓക്കെ, എനിവേ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് ഫർദർ യു ക്യാൻ ഷെയർ ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ.